ഹായ് ചങ്ങാതിമാരെ, എംസോൺ വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചീനവലയും അതുപോലെ എന്താ ചീനവല എന്നൊക്കെ നമ്മൾ ആദ്യം ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചീനവലയെ പറ്റി പഠിക്കുമായിരുന്നു. കാരണം അങ്ങനെയുള്ള ഞങ്ങൾ യാത്രയിൽ കണ്ട ചീനവല ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കെല്ലാം പരിചയം ഉണ്ടായിരിക്കും ചീനവല എന്താണെന്നും അത് മീൻ പിടിക്കാനും എങ്ങനെ മീൻ പിടിക്കാം എന്നൊക്കെ. ആ ചീനവല പറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോർട്ട് കൊച്ചി ഒരു യാത്രാ ട്രിപ്പ് വെച്ചപ്പോൾ അതിൽ ചീനവല കാണുകയുണ്ടായി. ആ ചീനവലയിൽ എങ്ങനെ മീൻ പിടിക്കാം, ആ ഒരു രംഗം ഞാൻ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നത്. നമുക്കെന്ന് ആ വീഡിയോ കണ്ടാലോ? കാരണം ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, ആദ്യകാലങ്ങളിൽ പാഠപുസ്തകത്തിൽ ചീനവല അതിൻ്റെ ആ ഫോട്ടോയും എന്താ ചീനവല, നമ്മൾ കായൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചീനവല ഇങ്ങനെ കെട്ടി നിൽക്കുന്ന കാണാം. പക്ഷേ എൻ്റെ പ്രവർത്തനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കുറച്ച് ഇങ്ങനെ നോക്കി നിന്നു. ആ രംഗവും ആ ചീനവലയിൽ എങ്ങനെ ആ മീൻ പിടിക്കുന്നു എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാം. കാരണം നമ്മളെല്ലാവരും ഈ കായലിൻ്റെ തീരത്തൂടെയൊക്കെ പോകുമ്പോൾ കരയിൽ നിന്നൊരു ഒരു കമ്പ്, അതിൻ്റെ അറ്റത്ത് 3-4 കമ്പായിട്ട് അതിൻ്റെ അറ്റത്താണ് വല വെച്ച് വെള്ളത്തിൽ കായലിലോട്ട് മുക്കിയതിന് ശേഷം പൊക്കി ആ രീതിയിൽ മീൻ പിടിക്കുന്നത്. ആ രംഗം ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ ഈ രീതിയിലുള്ള ചീനവലയൊക്കെ കണ്ടിരിക്കണം. കാരണം എന്താണെന്നറിയണമല്ലോ. ഇതാണ് ചീനവല. കണ്ടില്ലേ? കായലിലും ജലാശയങ്ങളിലൊക്കെ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ജലാശയത്തിൽ മുക്കി വെച്ച് മീൻ പിടിക്കുന്ന ഈ ഒരു സംഗതിയാണ് ചീനവല. പ്രത്യേകിച്ച് ജലാശയങ്ങളുടെ ഭാഗത്ത് താമസിക്കുന്നവർക്ക് കൂടുതൽ പരിചയവും ഇച്ചിരി കുറച്ച് മാറിയുള്ളവർക്ക് അത്രയും പരിചയമില്ലാത്തൊരു സംഗതിയാണ് ചീനവല. ഇനി ചീനവലയിൽ നമ്മൾ മീൻ പിടിക്കുന്നവർ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് നമുക്ക് കാണാം. അത് ഞാൻ ഈ വീഡിയോ ചേർക്കുന്നുണ്ട് അല്ലേ. ആ ചീനവലയുടെ വലയുടെ നേരെ ഓപ്പോസിറ്റ് കുറേ കല്ല്, കാരണം ഏകദേശം തുല്യം നിൽക്കാൻ വേണ്ടി കുറച്ചധികം കല്ലുകൾ കൂട്ടി ഈ കാണുന്ന രീതിയിലാണ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ അപ്പുറത്ത് വശത്ത് വലയും മറ്റും എല്ലാം ഉള്ളതുകൊണ്ട് ഏകദേശം തുല്യം നിൽക്കാൻ വേണ്ടി. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല. അതിൽ നിന്നും കിട്ടിയ മീനുകളാണ് നമ്മുടെ ചീന വല വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുകയാണ്. കാരണം ഏകദേശം 10-15 മിനിറ്റോളം വെള്ളത്തിൽ കിടക്കും. ആ സമയത്താണ് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഈ വലയിൽ അകപ്പെടുന്നതൊക്കെ. അങ്ങനെ ധാരാളം മീൻ കിട്ടിയിരിക്കുകയാണ് അല്ലേ. കൊഞ്ചായിട്ടും പല സൈസ് മീൻ അതിനെ ഓരോരുത്തർ വേർതിരിച്ച് പല രീതിയിൽ തയ്യാറാക്കുകയാണ് അല്ലേ. കാരണം ഒരു മുക്കിന് തന്നെ ഒരു കൊട്ട പല അളവിലാണ് മീൻ കിട്ടുന്നത്. ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള രംഗമാണ് ഇത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിലുള്ള ആ ഒരു മീൻപിടുത്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. നല്ല ഫ്രഷ് മീനാണ് അല്ലേ. കൊഞ്ചായിട്ടും ഞങ്ങൾ പേര് ചോദിച്ചാൽ പല രീതിയിൽ കേൾക്കാത്ത പേര് സഹിതം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ രംഗമാണ് അല്ലേ. അതിന് 10-15 മിനിറ്റോളം വെള്ളത്തിൽ മുക്കിയ ശേഷം ഇതാ പൊക്കുകയാണ്. കാരണം ഇതിൻ്റെ അറ്റത്തൊരാളുണ്ട്, അയാൾ ചവിട്ടി നീങ്ങുകയും അതുപോലെ തന്നെ മറ്റേ അറ്റം വെള്ളത്തിൽ കിടക്കുന്ന വല ഇതാ പൊന്തി വരികയാണ് മുകളിലോട്ട് അല്ലേ. നല്ല രസമാണ്. കാരണം നമ്മൾ എത്ര നിന്നാലും മതി വരില്ല, അത്രയും രസമാണ്. പ്രത്യേകിച്ച് വൈകുന്നേരത്തിനാണ് ഈ ചീനവല വഴി മീൻ പിടിക്കുന്നത്. ഓരോ കോരലിനും ഒരു കൊട്ടക്കണക്കിന് മീനാണ് കിട്ടുന്നത്. പിന്നെ പല ഭാഗത്തും മാറി മാറി വരാം അല്ലേ. നല്ലുണ്ട്. അവരുടെ ഓരോരുത്തരുടെ അധ്വാനമാണ്. നമ്മൾ മീൻ കഴിക്കുമ്പോൾ വീട്ടിൽ മീൻ പൊരിച്ചോ മീൻ വറുത്തോ മീൻ ചാറും എല്ലാം വെക്കുമ്പോഴും ഈ അധ്വാനം നമ്മൾ ഓർക്കേണ്ടത് വളരെ വലുതാണ്. കണ്ടില്ലേ? ആ രീതിയിലാണ് എന്നിട്ട് ആ കൊട്ട ചീന വല, ആ വല മുകളിലോട്ട് വരുമ്പോൾ അതിൽ നിന്ന് കോരിയെടുത്താണ് നമ്മുടെ ഈ കൊട്ടയ്ക്കകത്ത് കൊണ്ടിട്ടിട്ട് വേർതിരിക്കണില്ലേ. വല കൊണ്ട് ആ ആള് അല്ലേ കോരിയെടുക്കുകയാണ് അല്ലേ. കോരിയെടുത്തിട്ട് ആ പലയെ കൂടെ നടന്നു വരികയാണ് അല്ല. ഇതാണ് അതിൻ്റെ മറ്റേ വശവും രണ്ടറ്റവും അല്ലേ. ആ പുള്ളി മീനുമായിട്ട് നമ്മുടെ അടുത്തിലേക്ക് വരികയാണ്. അതിനുശേഷം വീണ്ടും മീൻ കോരി കഴിഞ്ഞാൽ ആ ചീന വല വെള്ളത്തിലേക്ക് താഴുന്നു. അപ്പോൾ ഈ കല്ല് തുല്യം നിൽക്കുന്നുണ്ട്, അതിൻ്റെ കൊട്ടിയിരിക്കുകയാണ്. പിന്നെ ആ കൊട്ടയിൽ നിന്നും
ഞണ്ടൊക്കെ എടുത്ത് പൊക്കി എറിയുന്നുണ്ട്. ഞണ്ടൊന്നും എടുക്കുന്നില്ല, മീൻ മാത്രമേ എടുക്കുന്നുള്ളൂ. കണ്ടില്ലേ? പിന്നെ വലിയ മീൻ, ചെറിയ മീൻ എന്ന രീതിയിൽ വേർതിരിച്ച്, കൊഞ്ച് വേറെ രീതിയിൽ വേർതിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ കടൽ കായലോരത്തൂടെ പോകുമ്പോൾ ഇതുപോലുള്ള രീതിയിലുള്ള നല്ല വെറൈറ്റി വീഡിയോസ് കാണാം. അങ്ങനെ ഞങ്ങൾ യാത്ര ഇപ്പോൾ കണ്ടതാണ്. അല്ലേ, ധാരാളം മീൻ വെട്ടക്കിയാണ് കേട്ടോ. നല്ല രസമാണ്. ചീനവല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണെങ്കിലും ഞാനൊരു യാത്ര പോയപ്പോൾ അനുഭവം തോന്നിയോണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.